നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 71 കേശീവധവും വ്യോമാസുരവധവും. ശ്ലോകം 5. ത്വം വാഹദണ്ഡേ കൃതധീശ്ച വാഹാദണ്ഡം ന്യഥാസ്തസ്യ മുഖേ തദാനീം തദ്വൃദ്ധിരുദ്ധശ്വസനോ ഗദാസു ഭവന്നപ്യയമൈക്യമാകാത്. ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ത്വം വാഹദണ്ഡേ കൃതധീശ്ച വാഹാദണ്ഡം ന്യഥാ സ്തസ്യ മുഖേ തദാനീം തദ് വൃദ്ധി രുദ്ധ ശ്വസനോ ഗദാസു സപ്തീഭവൻ അപ്യയം ഐക്യം ആകാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വം അങ്ങ്, വാഹദണ്ഡേ അശ്വത്തെ ദണ്ഡിക്കുന്നതിൽ അല്ലെങ്കിൽ കൊല്ലുന്നതിൽ, കൃതധീച്ച നിശ്ചയിച്ചവനെങ്കിലും, തസ്യ അവൻ്റെ അല്ലെങ്കിൽ കേശിയുടെ, മുഖേ മുഖത്തിൽ, വാഹാദണ്ഡം ബാഹുദണ്ഡത്തെ, ന്യഥാ വെച്ചു അല്ലെങ്കിൽ കടത്തി, സപ്തീഭവൻ അപി കുതിരയായി തീർന്നവനെങ്കിലും, അയം ഈ കേശി, തദാനീം അപ്പോൾ, തത് വൃദ്ധിരുദ്ധശ്വസന കൈക്കുവലിപ്പം വന്ന് ശ്വാസതടസ്സം നേരിട്ടവനായി, ഗദാസു ഭവൻ ജീവൻ വെടിഞ്ഞ്, ഐക്യം ഏകഭാവത്തെ, ആകാത് പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ത്വം വാഹദണ്ഡേ ണ ഡ എന്നാണ്, ഒട്ടും ഊന്നരുത്. വാഹദണ്ഡേ കൃതധീശ്ച കൃതധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കൃതധീശ്ച വാഹാദണ്ഡം അത് ഒന്നിച്ചിട്ടൊരു വാക്കാണ്. വാഹാദണ്ഡം ഇവിടെ അതേപോലെ ണ ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട. ന്യഥാ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ന്യഥാ സ്തസ്യ ചേർത്തിട്ട് ന്യഥാസ്തസ്യ. മുഖേ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തദാനീം വള്ളി നീട്ടിയിട്ട് മുർക്കം. തത് വൃദ്ധിരുദ്ധശ്വസനോ തത് വൃദ്ധി ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രുദ്ധ എന്നുള്ളതിൻ്റെ ഥാന്നും നന്നായിട്ട് ഊന്നി പറയണം. ശ്വസനോ ശ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ശ്വസനോ ഗദാസു അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സപ്തീഭവൻ എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ഗദാസു സപ്തീഭവൻ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അപ്യയം ഐക്യം ആകാത് ചേർത്തിട്ട് ഗദാസു സപ്തീഭവന്നപ്യയമൈക്യമാകാത്. ത്വം വാഹദണ്ഡേ കൃതധീശ്ച വാഹാദണ്ഡം ന്യഥാസ്തസ്യ മുഖേ തദാനീം തദ്വൃദ്ധിരുദ്ധശ്വസനോ ഗദാസു സപ്തീഭവന്നപ്യയമൈക്യമാകാത്. അടുത്തത് 6ാമത്തെ ശ്ലോകം. ആലംഭമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂത്നൈവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാത് സുരേന്ദ്രാസ്ത്വാം തുഷ്ടുഃ കേശവനാമധേയം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ആലംഭ മാത്രേണ പശോ സുരാണാം പ്രസാദകേ നൂത്ന ഇവാശ്വമേധേ കൃതേ ത്വയാ ഹർഷ വശാത് സുരേന്ദ്രാഃ ത്വാം തുഷ്ടുഃ കേശവ നാമധേയം. നമുക്കതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പശോ പശുവിൻ്റെ അല്ലെങ്കിൽ കുതിരയുടെ, ആലംബമാത്രേണ ആലംബം കൊണ്ടുമാത്രം അല്ലെങ്കിൽ വധം കൊണ്ടുമാത്രം, സുരാണാം ദേവന്മാർക്ക്, പ്രസാദകെ സന്തോഷിപ്പിക്കുന്നതും,
നൂത്ന ഇവ പുതിയതുപോലെ ഇരിക്കുന്നതുമായ അശ്വമേധേ അശ്വമേധം എന്ന യാഗം ത്വയ അങ്ങയാൽ കൃതേ ചെയ്യപ്പെട്ടപ്പോൾ സുരേന്ദ്ര ദേവന്മാരും ഇന്ദ്രനും ത്വാം അങ്ങയെ ഹർഷവശാത് സന്തോഷാധിക്യത്താൽ കേശവനാമധേയം കേശവൻ എന്ന പേര് വിളിച്ചു, തുഷ്ടു സ്തുതിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ആലംഭ മാത്രേണ ആലംഭ മാത്രേണ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പശോ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പശോ സുരാണാം, വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാന്ന് മതി, സുരാണാം എന്ന് ചേർത്ത് ചൊല്ലുമ്പോൾ പശോസുരാണം സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. പ്രസാദകേ നൂത്ന ന എന്നുള്ളത് ത് എന്നാന്ന് ചേർത്തിട്ട് ന. ഇവാശ്വമേധേ മേധേ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കൃതേ ത്വയ ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഹർഷവശാത് സുരേന്ദ്ര അവിടെ വിസർഗം ഇട്ട് ചൊല്ലുകയാണെങ്കിൽ ത്വാം എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സുരേന്ദ്രാസ്ത്വാം എന്നും കൂടി വരും. തുഷ്ടു അവിടെ വിസർഗം. കേശവനാമധേയം ധേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ആലംഭമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂത്ന ഇവാശ്വമേധേ കൃതേ ത്വയാ ഹർഷവശാത് സുരേന്ദ്രാസ്ത്വാം തുഷ്ടു കേശവനാമധേയം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.